എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ ഒരു 4 വർഷമായി തുടങ്ങിയിട്ട്, പക്ഷേ ഇതുവരെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആണ് കുറച്ച് വ്യൂസൊക്കെ ആയി വരുന്നത്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഇനി എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ അത്ര ഒരു ക്രൂരമൊന്നുമല്ല. പിന്നെ ഉള്ള കാര്യം ഉള്ള പോലെ പറയും. ഇപ്പം എൻ്റെ വായിൽ എനിക്ക് എന്ത് വരുന്നോ, എനിക്ക് എന്ത് തോന്നുന്നോ, എൻ്റെ ഫീലിങ്സ് എന്താണോ അത് ഞാനങ്ങ് പറയും. അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ വലിയൊരു എന്താ പറയുക ഡേഞ്ചർ ആയിട്ടുള്ളൊരു സാധനമൊന്നുമല്ല. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ വോയിസ് വന്നത്, എനിക്കൊരു സംശയമുണ്ട്. ഞാൻ എപ്പോഴും മനസ്സിലിങ്ങനെ ചിന്തിച്ച് ആലോചിക്കുമ്പോൾ കിട്ടുന്നൊരു സംശയമാണ്. ഈ യൂട്യൂബിനകത്ത് ഫേസ്ബുക്കിനകത്തൊക്കെ വരുമാനം കിട്ടുമ്പോൾ പൈസ കൊടുക്കുന്നത് മറ്റൊരു രാജ്യക്കാരല്ലേ? അപ്പോൾ പുതിയതായിട്ടൊരു ചാനൽ കയറി വരുമ്പം പാവങ്ങളായിരിക്കുമല്ലോ ചാനലിടുന്നേ, അവരുടെ ഗതികേട് കൊണ്ടായിരിക്കുമല്ലോ ചാനലിടുന്നേ. അപ്പം നമ്മുടെ വിരൽത്തുമ്പിൽ ഇരിക്കുന്ന ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടായാൽ അത് എത്ര ഭാഗ്യമായിരിക്കും, എത്ര നല്ലതായിരിക്കും. നമ്മൾ മനുഷ്യരൊക്കെ അങ്ങേയറ്റം ഗതി കെട്ടിട്ടാണ് നമ്മളൊരു യൂട്യൂബ് ചാനലിലേക്ക് ഇറക്കുന്നതും അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുന്നതും ഒക്കെ പാവപ്പെട്ടവരായിരിക്കും കൂടുതൽ. പിന്നെ കാശുള്ളവരുണ്ട്, കാശുള്ളവരില്ലെന്ന് ഞാൻ പറയുന്നില്ല, കാശുള്ളവരുണ്ട്. അവർക്കിപ്പോൾ ഇതുകൊണ്ട് കിട്ടിയിട്ട് ജീവിച്ച് പോകേണ്ട ഒരു സാഹചര്യം ഇല്ല. പക്ഷെ ഒന്നുമില്ലാതെ പാവങ്ങളായിട്ടുള്ള കുറേ മനുഷ്യരുണ്ട്. അവർക്ക് ഇതുകൊണ്ടൊരു ജീവിതം, അല്ലെങ്കിൽ അവർ ആത്മഹത്യയുടെ മക്കി നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ ഇത് തുടങ്ങുന്നേ. മനസ്സിലായോ? ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിലായിരിക്കും ചിലപ്പോൾ അവരുടെ ഒരു ജീവൻ ഇരിക്കുന്നേ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മളൊരു സബ്സ്ക്രൈബ് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു, ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോയി, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടു. നമ്മുടെ സമയം എന്താണ്, നമുക്ക് ഇപ്പം ഈ ഇരിക്കുന്ന നിമിഷം ഞാനുണ്ടോ അതുപോലെ എനിക്കറിയത്തില്ല. ഈ ലോകം അങ്ങനെയാ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവരും പറ്റുന്നവർ, മനസ്സാക്ഷിയുള്ളവർ പറ്റുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാനിനി നല്ല നല്ല വീഡിയോ ഇടും. ഞാൻ ആദ്യം നല്ല നല്ല വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയ ഒരാളാണ്. അപ്പം എന്നെ ആരും കണ്ടില്ല. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഞാനും എന്താ പറയുക, കയറ് കൈ പിടിച്ചിരിക്കുന്ന അവസ്ഥ എന്നൊക്കെ പറയല്ലേ, അങ്ങനെ നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും എനിക്ക് സബ്സ്ക്രൈബ് കിട്ടണം, അല്ലെങ്കിൽ ആൾക്കാർ കാണണം, എനിക്കൊന്ന് ജീവൻ പിടിച്ച് നിൽക്കാൻ ഒരു വഴി കിട്ടണം എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി മോശപ്പെട്ട വീഡിയോ ഒക്കെ ഇട്ടത്. അപ്പോൾ വ്യൂസായി, അങ്ങനെ വീഡിയോ ഇട്ടപ്പോൾ വ്യൂസായി. പക്ഷേ എനിക്ക് ഇടുമ്പോൾ സങ്കടമുണ്ട്. പക്ഷേ അങ്ങിടുന്നതാണ്. ഇനി ഞാൻ ഒത്തിരി ഒന്നും മോശമല്ലാത്ത വീഡിയോ, ഉള്ള വീഡിയോ എടുത്തില്ല. ശ്രദ്ധിക്കാം. നിങ്ങളെന്നെ കൂടെ നിന്ന് സപ്പോർട്ട് തരാമെങ്കിൽ ഞാനത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. അപ്പം എന്നാ പറയാ, നിഷാന വ്ലോഗ് എന്ന് പറയുന്ന ഈ നിഷാന ചേച്ചീനെ കാത്തോണേ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ ഒരു 1 മില്യൺ ആവുന്ന അന്ന് ഞാൻ ഈ മാസ്കൊക്കെ മാറ്റി വരാം. അന്ന് ഞാൻ വരും. നിങ്ങൾക്കൊക്കെ നല്ല അടിപൊളി ഒരു ഗീവ് അവേ കൊണ്ടൊക്കെ ഞാൻ വരും. എല്ലാവരും ഗീവ് അവേ കൊടുക്കുമ്പം കാണുമ്പോൾ എനിക്കും കൊതിയാണ്. എനിക്ക് എന്തെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ട്. എനിക്കെന്തെങ്കിലും കിട്ടട്ടെ. അപ്പം എനിക്ക് അരി മേടിക്കാനുള്ള എടുത്താൽ മതി, കിട്ടിയാൽ മതി. ബാക്കി മൊത്തം നിങ്ങൾക്ക് തരാം കേട്ടോ. അപ്പോൾ